പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കാനിരിക്കെ അപ്രതീക്ഷിതമായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന്റെ ഞെട്ടലിലാണ് ക്രിക്കറ്റ് ആരാധകർ. രണ്ട് സൂപ്പർ താരങ്ങളിലും ടെസ്റ്റ് ക്രിക്കറ്റ് ഇനിയും ശേഷിക്കുന്നുണ്ടെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ രംഗത്തെത്തിയതും വൈറലായിരിക്കുകയാണ്. അടുത്ത ലോകകപ്പ് വരെ ഏകദിന ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും തീരുമാനം. 2027 ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പായിരിക്കും ഇനി ഇരുവരുടെയും പ്രധാന ലക്ഷ്യം. എന്നാൽ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇരുവരുടെയും സ്ഥാനത്തെക്കുറിച്ച് സുനിൽ ഗവാസ്കർ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരും ഇന്ത്യക്കായി 2027 ഏകദിന ലോകകപ്പ് കളിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ഗവാസ്കർ തുറന്നടിക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താൻ ഇരുവർക്കും നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഫോർമാറ്റിൽ ഇരുവർക്കും മികച്ച കരിയർ റെക്കോർഡുണ്ട്. എന്നാൽ 2027 ലോകകപ്പ് ടീമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോരുത്തർക്കും എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്നാണ് സെലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുക എന്നും അവർക്ക് കഴിയും എന്ന് കമ്മിറ്റി കരുതുകയാണെങ്കിൽ ഇരുവരും ടീമിൽ ഉണ്ടാകുമെന്നും ഗവാസ്കർ പറയുന്നു. വ്യക്തിപരമായ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കോഹ്ലിയും രോഹിത്തും ലോകകപ്പ് കളിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. നിലവിൽ അവർ കളിക്കുമെന്ന് കരുതുന്നില്ലെന്നും പക്ഷേ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കോഹ്ലിയും രോഹിത്തും മികച്ച ഫോം നേടുകയും സെഞ്ചുറികൾ നേടുകയും ചെയ്താൽ ദൈവത്തിന് പോലും അവരെ കൈവിടാൻ കഴിയില്ല എന്നും ഗവാസ്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നിവിടങ്ങളിലായിട്ടാണ് അടുത്ത ലോകകപ്പ് അരങ്ങേറുന്നത്. ഇതിനു മുമ്പായി ഇന്ത്യക്ക് വിരലിലെണ്ണാവുന്ന ഏകദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദിനം മാത്രം കളിക്കുന്ന താരങ്ങൾക്ക് വർഷം മുഴുവൻ ഫോമും ഫിറ്റ്നസും നിലനിർത്തുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. 2024 T20 ലോകകപ്പ് കിരീട നേട്ടത്തോടെ ഈ ഫോർമാറ്റിൽ നിന്ന് കോഹ്ലിയും രോഹിത്തും വിരമിച്ചിരുന്നു. കോഹ്ലിയും രോഹിത്തും 2023 ഏകദിന ലോകകപ്പ് കിരീട നേട്ടത്തോടെ ഫോർമാറ്റിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അക്കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റതോടെ കരിയർ നീട്ടുകയായിരുന്നു. ഇതിനൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലിയെ അഭിവാദ്യം ചെയ്ത സച്ചിൻ ടെണ്ടുൽക്കറുടെ പോസ്റ്റും വൈറലായിരുന്നു. ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഏകദേശം 2 പതിറ്റാണ്ടുകളോളം സച്ചിൻ വഹിച്ചിരുന്ന 4ാം നമ്പർ ബാറ്റിംഗ് പൊസിഷൻ എടുത്താണ് കോഹ്ലി മഹത്തായ കരിയറിന് തുടക്കമിട്ടത്. 2013 മുംബൈയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ തന്റെ വിടവാങ്ങൽ ടെസ്റ്റിൽ കോഹ്ലി നൽകിയ പ്രത്യേക സമ്മാനത്തെക്കുറിച്ച് പരാമർശിച്ചുകൂടിയായിരുന്നു സച്ചിന്റെ കുറിപ്പ് തുടങ്ങിയത്. അവിസ്മരണീയമായ ടെസ്റ്റ് കരിയറിനൊപ്പം കായിക രംഗത്തേക്ക് മുന്നേറാൻ എണ്ണമറ്റ യുവ ക്രിക്കറ്റർമാരെ പ്രചോദിപ്പിച്ചു എന്നതാണ് കോഹ്ലിയുടെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് സച്ചിൻ അഭിപ്രായപ്പെട്ടിരുന്നു. 123 ടെസ്റ്റുകളിൽ 46.85 ശരാശരിയിൽ 9230 റൺസ് നേടിയാണ് കോഹ്ലി വിരമിക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും അധികം ടെസ്റ്റ് വിജയങ്ങൾ സമ്മാനിച്ച കോഹ്ലി നിരവധി ലോക റെക്കോർഡുകൾക്കും ഉടമയാണ്. 2011 ടെസ്റ്റിൽ അരങ്ങേറിയ കോഹ്ലി 30 സെഞ്ചുറിയും 31 50യും നേടിയിട്ടുണ്ട്. ദേശീയ ടീമിനായി സച്ചിൻ കളിച്ച അവസാന ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് 11-ൽ കോഹ്ലിയും ഉണ്ടായിരുന്നു. പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ സച്ചിനിൽ നിന്ന് 4ാം നമ്പർ ബാറ്റിംഗ് ഓർഡർ കോഹ്ലിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും രോഹിത്തിന് പിന്നാലെ കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇനി 1 മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഇരുവരുടെയും വിരമിക്കൽ പ്രഖ്യാപനം. ടെസ്റ്റിലും T20യിലും ഇന്ത്യൻ കുപ്പായം അഴിച്ചുവെച്ച രോഹിത്തും കോഹ്ലിയും ഇനി ഇന്ത്യൻ ജേഴ്സി അണിയുക എന്നായിരിക്കുമെന്ന കാര്യത്തിലും ആരാധകർ വലിയ ആകാംക്ഷയിലാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഷെഡ്യൂൾ പ്രകാരം ടീമിന്റെ അടുത്ത ഏകദിന പരമ്പര ബംഗ്ലാദേശിനെതിരെയാണ്. ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിൽ 3 ഏകദിന മത്സരങ്ങളാണുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പരമ്പര ഇന്ത്യ റദ്ദാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. അങ്ങനെയെങ്കിൽ രോഹിത്തിനെയും കോഹ്ലിയെയും ഇന്ത്യൻ ടീമിൽ കാണാനുള്ള ആരാധകരുടെ കാത്തിരിപ്പ് വീണ്ടും നീളും. ഇതിനുശേഷം ഇന്ത്യൻ ടീമിന്റെ അടുത്ത ഏകദിന പരമ്പര ഓസ്ട്രേലിയക്കെതിരെയാണ്. ഓസ്ട്രേലിയക്കെതിരെ 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓസ്ട്രേലിയക്കെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലായിരിക്കും കോഹ്ലിയും രോഹിത്തും ഇനി ഇന്ത്യൻ ജേഴ്സി അണിയുക.